സമൂഹത്തെ കാർന്നു തിന്നുന്ന വലിയ വിപത്തായി ലഹരി മാറിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പും CCTVയും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ലഹരി എങ്ങനെയാണ് കുട്ടികളെയും യുവാക്കളെയും ബാധിക്കുന്നത്, ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ജില്ലാ വിമുക്തി കോർഡിനേറ്റർ ഷെഫീഖ് സാറാണ്. സർ, നമസ്കാരം. നമസ്കാരം സർ, ഇപ്പോൾ ലഹരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഭീകരമായിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നത് എന്ന്. നാളെ നമ്മളിൽ ആരുടെ വീട്ടിലും ഇത്തരത്തിലുള്ളൊരു അവസ്ഥ വരാം. അപ്പോൾ കുട്ടികളായാലും യുവാക്കളായാലും ലഹരിയിലേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ എത്തുന്നത്? ഒന്ന്, നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഹരി ഉപയോഗം എവിടെയും കൂടിയിട്ടുള്ളത് അപ്പോൾ ആഫ്റ്റർ എനി ഡിസാസ്റ്റർ, ലോകത്ത് എവിടെയും സംഭവിച്ചിട്ടുള്ള ഡിസാസ്റ്ററുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുശേഷം ഒരു ഇമ്പാക്റ്റ് എന്ന് വേണമെങ്കിൽ വൺ ഓഫ് ദ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് ഇൻക്രീസ് ആവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ഘട്ടത്തിലും നമ്മുടെ ഇപ്പോൾ ഒരു വലിയ കോവിഡ് മഹാമാരി വന്നിട്ടുണ്ട്. അതിനുശേഷം ലോകത്ത് മുഴുവനായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് പ്രശ്നങ്ങളുണ്ടായതിൻ്റെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ കൂടി നമ്മൾ നോക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നീട് ഇതിൻ്റെ ഒരു ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഹെറിഡിറ്ററി വൈസ് ഒരു പാരമ്പര്യമായിട്ട് ഇതിലേക്ക് ആളുകൾ ഇപ്പോൾ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു അച്ഛനിൽ നിന്ന് മകനിലേക്ക് പോകാമെന്ന് പറയുന്നത് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പോലും അതൊരു 10% താഴെ മാത്രമേ നിൽക്കുന്നുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നിൽക്കുന്നത് ഫ്രം സോഷ്യൽ ലേണിംഗ് എന്നാണ് നമ്മളതിന് പറയാം. അവരുടെ സമൂഹത്തിൽ നിന്നാണ്, അവൻ്റെ എൻവയറമെൻറ്റിൽ നിന്നാണ് അവനത് കണ്ടെത്തുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവൻ താമസിക്കുന്ന വീട്ടിലെ ആളുകളുടെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണോ അവരും ലഹരി ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവൻ താമസിക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ, അവൻ്റെ കോളനി അല്ലെങ്കിൽ ഉന്നതി, അവിടങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ അവൻ ലഹരിയിലേക്ക് ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവൻ പഠിക്കുന്ന സ്കൂളിൽ ലഹരി ഉപയോഗം കൂടുതലുള്ള ആളുകളുണ്ടോ, അങ്ങനെയാണെങ്കിൽ അവരും ലഹരിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിൽ അതിനെ നമുക്ക് പക്ഷേ സാഹചര്യങ്ങളാണ് കൂടുതലായിട്ട് ലഹരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മളൊരു കുട്ടീനെ നമ്മൾ എടുക്കുകയാണ്, ഇപ്പോൾ ഒരു കുട്ടി ലഹരി ഉപയോഗമൊന്നും ഇല്ലാത്തൊരു കുട്ടീനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അവൻ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ സ്കൂളിലേക്ക് വിടുന്നത് എന്തിന്, സ്കൂൾ ലെവലിൽ നമ്മൾ നോക്കുന്നത് സ്കൂളിലേക്ക് വിടുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ WHO പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 10% കുട്ടികൾ പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ 10% കുട്ടികൾ എന്ത് ചെയ്യും? അവിടെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് പഠനം എന്ന് പറയുന്നതിൽ കഴിയില്ല. അവർക്ക് അതിനെ നമ്മൾ തിയററ്റിക്കലി അതിനെ സൈക്കോളജിക്കലി അതിന് പറയുകയാണെങ്കിൽ ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഡിസ്ഗ്രാഫിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് നമ്മളതിനെ പറയുക. അതായത് എഴുതുക, വായിക്കുക അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക, ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് എവിടെയും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾ മറ്റ് ഇൻട്രസ്റ്റുകളിലേക്ക് അവർ പോകാൻ വേണ്ടി ശ്രമിക്കും. അവരുടെ ഒരു രീതി അങ്ങനെയാണ്, അവർ ശ്രമിക്കും. ആ ശ്രമങ്ങളിൽ അവർ പരാജയപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ സ്പോർട്സിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോഴും പറയുന്ന ടീച്ചർമാർ പറയും, നിങ്ങൾ നന്നായിട്ട് ഇതിനൊക്കെ നല്ല ആളുണ്ട്, പക്ഷെ കുട്ടി പഠിക്കുന്നില്ല. വീട്ടിലാണെങ്കിലും കുട്ടിക്ക് ഒരു തരം താഴ്ത്തൽ അനുഭവിക്കുന്നുണ്ട്. അവിടെയും അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മൾ അച്ഛനും അമ്മയും ഒരാളെ അവരെ നേരാക്കാൻ വേണ്ടിയിട്ട് അവനെ ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മാമനായിരിക്കും, അമ്മാവനായിരിക്കും, അല്ലെങ്കിൽ ചെറിയച്ഛനായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകളെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞിട്ട് വിടുന്നുണ്ട്. ശരിക്കും കുട്ടിക്ക് സന്തോഷം നൽകുന്ന, കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, കുട്ടികളെ സ്നേഹിക്കേണ്ട ആളുകൾ തന്നെ കുട്ടിക്ക് തോന്നുകയാണ് ഞങ്ങൾ കുട്ടിക്ക് എതിരായിട്ട് മാറുകയാണ്. കാരണം കുട്ടീനെ അവർ 2 തവണയൊക്കെ അവരോട് ഉപദേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയോട് അവർ ക്ലാഷ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ അവനിഷ്ടപ്പെട്ട ഒരാൾ അവനിൽ നിന്ന് മാറിപ്പോയി എന്ന് വേണം നമുക്കതിന് കരുതാൻ വേണ്ടിയിട്ട്. പിന്നെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഈ ഉള്ള കുട്ടികൾക്ക് വേറെ നമ്മൾ പറയും, സൈക്കോളജിയിൽ പറയുക കിസ് മീ ഓർ അറ്റ്ലീസ്റ്റ് കിക്ക് മീ എന്ന് പറയും. അതായത് ഒരു ഉമ്മ തരൂ അല്ലെങ്കിൽ എനിക്കൊരു ചവിട്ടെങ്കിലും തരൂ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വലിയ ആളുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് പോസിറ്റീവ് കിട്ടുന്നില്ല. ഇപ്പോൾ കുട്ടി ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റ്, കളിയോ ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുട്ടി ശ്രമിക്കും. പക്ഷെ അതും നടക്കാതെ വരും. അങ്ങനെ വരുന്ന സമയത്താണ് കുട്ടിക്ക്
എനിക്ക് ഏതെങ്കിലും പോസിറ്റീവ് കിട്ടുന്നില്ല, പക്ഷെ മറ്റുള്ളവർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എനിക്ക് നെഗറ്റീവ് ആയെങ്കിലും മതി എന്നുള്ള തരത്തിലേക്ക് കുട്ടി മാറുക. ചിന്തിക്കുന്നത് അതിനെയാണ് നമ്മൾ പിന്നെ നെക്സ്റ്റ് ലെവൽ വരെ ഓപ്പോസിറ്റ് ഡിഫിയൻ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി അമ്മയോട് ഓപ്പോസിറ്റ് പറയാൻ തുടങ്ങും. അമ്മ എന്ത് പറയുന്നു, അവർ മാതാപിതാക്കൾ എന്ത് പറയുന്നു അതിന് തിരിച്ച് പറയാൻ തുടങ്ങും. ദെൻ സ്കൂളിലേക്ക് ടീച്ചർ പറയുന്നതിനെതിരെ പറയാൻ തുടങ്ങും. ദെൻ നെക്സ്റ്റ് ലെവൽ വരുന്നത് ആൻറ്റി സോഷ്യൽ ലെവലിലേക്ക്, സമൂഹത്തിൽ തന്നെ ആൻറ്റി സോഷ്യൽ ലെവലിലേക്ക് കുട്ടി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതും ഈ കുട്ടിയെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നതും കൃത്യമായി പാരൻറ്റിങ് കൊടുക്കുക എന്ന് പറയുന്നതും ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ പാരൻറ്റിങ് ആണ് അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ ലഹരി ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഒന്ന്, ആദ്യം തന്നെ ഇതിനെ നമ്മൾ തുടക്കത്തിൽ ഇതിനെ വലിയ രീതിയിൽ വലിയൊരു ഭൂകമ്പമായിട്ട് കാണരുത് എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു പഠനത്തിൽ, നമ്മൾ 21 വയസ്സിന് താഴെയുള്ള ആളുകളിൽ നടത്തിയ ഒരു പഠനത്തിൽ നമുക്ക് കണ്ടെത്തിയിട്ടുള്ളത്, അതിൽ അധികം ആളുകളും ഏകദേശം 87% ആളുകളും ഇതിലേക്ക് അത് തുടങ്ങിയിട്ടുള്ളത്, സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്. എന്താണ് അറിയാൻ വേണ്ടിയിട്ട്. അതെ, അത് ആ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നതും വളരെ ചെറിയ ആളുകളായിരിക്കും. ഒരു 5ാം ക്ലാസ് 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്തായിരിക്കും ഇവർ ആരെങ്കിലും വലിച്ചെറിയുന്ന സിഗരറ്റ് എടുത്ത് വലിക്കുക, അല്ലെങ്കിൽ കടലാസ് ചുട്ടിയിട്ട് വലിക്കുക. ഇത്തരത്തിലാണ് അതിനെ നമ്മൾ കാണുക. പക്ഷേ അതിന് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും കുട്ടിക്ക് കാണില്ല. അതോടുകൂടി കുട്ടി അത് നിർത്തും. പിന്നെ എന്താണ് അതിലൊരു ഇൻട്രസ്റ്റ്? പിന്നീട് രണ്ടാമത് ഇതിനെ കൊണ്ടുവരുന്നത്, രണ്ടാമത് ഇത് വരുന്ന ഒരു പിയർ പ്രഷറിൻ്റെ ഭാഗമായിട്ട് അവൻ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ്. അപ്പോൾ അവിടെയാണ് ഈ ആദ്യം അതിലും ഈ സ്റ്റഡിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം 90% ഓഫ് ആളുകൾ ഇത് തുടങ്ങുന്നത് ഫ്രം എ ഫ്രണ്ട് എന്നുള്ളത്. അതായത് കൂട്ടുകാരൻ കൊടുക്കുന്ന സിഗരറ്റിൽ നിന്നാണ് അവൻ തുടങ്ങുന്നത്. രണ്ടാമത്തെ സ്റ്റേജാണ് പറയുന്നത്. ആദ്യത്തെ വന്നു, അത് തന്നെ താന്നുപോയി. പക്ഷെ രണ്ടാമത് ഇത് പിയർ പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് ഇത് രണ്ടാമത് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ മുതലാണ് ശരിക്ക് നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ സിംറ്റംസ് എന്ന് പറയുന്നത് തുടക്കത്തിൽ ഈ പറയുന്ന സിഗരറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ, സിഗരറ്റായിരിക്കും ഏകദേശം തുടക്കം ഉണ്ടാവുക. നമ്മൾ ഇതിനു മുമ്പത്തെ ഡോക്ടർ ഹരിത, നമ്മുടെ ജില്ലാ കളക്ടർ ആയിരുന്ന മാഡം പറഞ്ഞിട്ട് നമ്മളൊരു സ്റ്റഡി നടത്തിയതിൽ 10 കേസ് സ്റ്റഡീസ് നമ്മളെടുത്തു. ഈ 10 കേസിലും തുടക്കമുണ്ടായിരുന്ന അല്ലെങ്കിൽ മീൻസ് അവരിലുണ്ടായിരുന്ന ഉപയോഗം എന്ന് പറയുന്നത് ആദ്യം സിഗരറ്റ് ഉപയോഗിക്കുന്നു, പിന്നെ മദ്യം ഉപയോഗിക്കുന്നു, കഞ്ചാവ് ഉപയോഗിക്കുന്നു, സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ ഏകദേശം 10ൽ 9 പേരും അങ്ങനെയായിരുന്നു. ഒരു ആൾ മാത്രം ഈ മദ്യം ഉപയോഗിച്ചിട്ടില്ല. ബാക്കിയെല്ലാം ഈ റൂട്ട് വളരെ ക്ലിയർ ആണ്. സോ ഇതൊരു ഗേറ്റ് വേ ആണ്. അപ്പോൾ ലഹരി ഉപയോഗം തുടങ്ങാനുള്ള ഗേറ്റ് വേ എന്ന് പറയുന്നത് സിഗരറ്റ് തന്നെയാണ്. ആദ്യം ഒരിക്കലും സിന്തറ്റിക്കിലല്ല പോകുന്നത്. അല്ല. അപ്പോൾ ഇതിലാണ് അത്തരത്തിൽ ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഡ്രഗ് അബ്യൂസിൻ്റെ ഒരു സിംറ്റംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ചുകൂടെ ഹയർ ലെവൽ ഓഫ് സംഗതിയിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ അതായത് ഉപയോഗം അഡിക്ഷൻ എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ മാത്രമേ ഇതിലേക്ക് നമുക്ക് വലിയ തരത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ചുണ്ട് കറക്കുക, അല്ലെങ്കിൽ കണ്ണ്, ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളിൽ കണ്ണ് ചുവക്കും. അപ്പോൾ അതേ ആൾ ചിലപ്പോൾ കണ്ണ് ചുവക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ വല്ല ഐ ഡ്രോപ്പുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അവൻ്റെ ബോട്ടിലുകൾ ബാഗ് പരിശോധിക്കുന്ന സമയത്ത് ഐ ഡ്രോപ്പുകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബാഗിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എപ്പോഴും ചൂയിങ്കം ചമയ്ക്കും. ഇപ്പോൾ നമുക്കറിയാം ഇത് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ അവർ ലഹരി ഉപയോഗിക്കുന്നത് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂയിങ്കം ഉപയോഗിക്കുന്നതായിട്ട്, ഇടയ്ക്ക് എപ്പോഴും ചൂയിങ്കം ഉപയോഗിക്കുന്ന കുട്ടികളെയും നമുക്ക് സംശയിക്കാം. എല്ലാവരും ഇതുപോലെ സംശയിക്കാം. ഇതിൽ മേജർ ഒരുപാട് സിംറ്റംസ് ഒരാളിൽ കാണുകയാണെങ്കിൽ നമുക്ക് സംശയിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇവരിൽ പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന ഒരു അഗ്രസീവായിട്ടുള്ള സ്വഭാവത്തിലേക്ക് ഇവർ വരും. എപ്പോഴും ഡോർ അടച്ചിട്ടിരിക്കുക എന്നുള്ള രീതിയിലേക്ക് വരും. കാരണം അവർക്ക് എന്തോ ഹൈഡ് ചെയ്യാനുണ്ടെന്നാണ് അതിനർത്ഥം വരുന്നത്. പിന്നെ അവരുടെ മൊബൈൽ ഫോൺ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴും സമ്മതിക്കില്ല. സ്വന്തം അമ്മയ്ക്ക് പോലും അവർ മൊബൈൽ ഫോൺ ഓപ്പണായി ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അവർ സമ്മതിക്കാൻ സാധ്യതയില്ല. പിന്നീട് അവരുടെ ബാഗുകളിൽ ഇപ്പോൾ ഹുക്ക പോലെയുള്ള, കുഴൽ പോലെയുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിലേക്ക് പാരഫ്രിനലി, അതിൻ്റെ ഒരു സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്ന ചില എന്തായാലും പറയുക, നമ്മൾ പരിശോധനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചില സാധനങ്ങളൊക്കെ ഇവരുടെ ബാഗുകൾ കാണാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചപ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ കാണാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ ഉറക്കം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന രീതിയിലേക്ക് ഇവർ വരും. രാത്രി ഉറങ്ങാതെ ഒരുപാട് നേരം റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതായത് കേൾക്കുന്ന പാട്ടുകൾ തന്നെ ഒരു മാനിക്കായിട്ടുള്ള പാട്ടുകളായിരിക്കും കേൾക്കുക.
അവരൊരിക്കലും വളരെ കാമായിട്ടുള്ള, ഇപ്പോൾ വളരെ എന്താ പറയുക മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകളല്ല അവർ കേൾക്കുക. അവർ വളരെ ഒരു മാനിക്കായിട്ടുള്ള പാട്ടുകളായിരിക്കും അവർ കേൾക്കുക. അത് അങ്ങോട്ട് കേൾക്കുക. പിന്നെ ഹൈജീൻ വളരെ പതുക്കെ തന്നെ ഹൈജീൻ കുറഞ്ഞു വരും. നമ്മൾ കണ്ടിട്ടുള്ള ചില കുട്ടികളുടെ വീടുകളിലൊക്കെ നമ്മൾ നോക്കിയ സമയത്ത് ജനലിലൂടെ പുറത്തേക്ക് മൂത്രം ഒഴിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കവറിൽ മൂത്രം കെട്ടിവെച്ച് ഇതിലേക്ക് ഇടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവർ ബാത്റൂമോ അവരുടെ ഡ്രസ്സിങ്ങോ ഒന്നും തന്നെ അവർ എന്താ പറയുക വളരെ നല്ല രീതിയിലല്ല അത് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഭക്ഷണത്തിൽ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് പല ആളുകളിലും ഭക്ഷണം കുറയുന്നതാണ് പല ആളുകളിലും കണ്ടിട്ടുള്ളത്. റെയറായിട്ട് ചില കേസുകൾ കണ്ടിട്ടുള്ളത് ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലാണ് നമ്മൾ ഇതിനെ. പിന്നെ ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്ന് മാറിപ്പോകും, തനിച്ചിരിക്കാനുള്ള ഒരു ലോൺലെസ് ഉണ്ടായിരിക്കും. പിന്നെ ഇനി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ഗ്രൂപ്പ് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവർ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളായിരിക്കും ഉണ്ടാവുക. അവർ ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുള്ള കുട്ടികളായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു നമുക്ക് പാരൻസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അതാണ്. പിന്നെ പാനിക് അറ്റാക്ക് എന്ന് പറയും, നമ്മൾ സൈക്കോളജിക്കലി അതിനെ പറയുന്നത് പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന രീതിയിലേക്ക്, ഭ്രാന്തമായി പെട്ടെന്ന് തന്നെ ഇത് പറയുന്ന രീതിയിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇത് കുറച്ച് അഡിക്ഷനിലേക്ക് കുട്ടി പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പലപ്പോഴും കുട്ടികളായാലും യുവാക്കളായാലും അതിന് അഡിക്റ്റഡ് ആവുമ്പോഴാണ് വീട്ടുകാർ തിരിച്ചറിയുന്നത്. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ തന്നെ ഇത് വീട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെ ഏത് രീതിയിലാണ് ആ ഒരു അവസ്ഥയെ കൈകാര്യം ചെയ്യേണ്ടത്? ഓക്കെ, നല്ല ചോദ്യമാണത്. കാരണം പലപ്പോഴും പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒന്ന് ഏർലി ഐഡൻറ്റിഫിക്കേഷനാണ്. ആദ്യം തുടക്കം അറിയുക എന്നുള്ളതാണ്, കുട്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറിയുക എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് ഫാക്ട് ഫൈൻഡിങ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോവരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു CID പണി എടുക്കുക എന്ന് പറയുന്നൊരു സംഗതി പാരൻസ് എടുക്കരുത്. പാരൻസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റികളുണ്ട്, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള രീതികളുണ്ട്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ അവനെ തൊട്ടടുത്തുള്ള കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് എല്ലാ ഗവൺമെൻറ് സ്കൂളുകളും ഇന്ന് എല്ലാ ജില്ലയിലും ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലും എല്ലാ ഇത്തരത്തിൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് സൈക്കോ സോഷ്യൽ കൗൺസിലർമാരെ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിലൂടെ അത് ഫ്രീ ആയിട്ടാണ്, സൗജന്യമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പലപ്പോഴും പാരൻസ് സംഭവിക്കുന്നത് ഇതിലൊരു സ്റ്റിഗ്മയുണ്ട്. എൻ്റെ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മറ്റുള്ളവർ അറിയും. ഇത്തരത്തിലുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വലിയ പ്രശ്നത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമേ പാരൻസ് അറിയുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഈ പറയുന്ന പിന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുട്ടിക്ക് ഇത് ലഹരി ഉപയോഗം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊരു അഡിക്ഷനിലേക്ക്, അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. നമ്മുടെ സ്വഭാവങ്ങൾ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ അറിയുന്നത് എല്ലാം തന്നെ നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ജനിച്ചത് മുതൽ തന്നെ കുട്ടിയുടെ സ്വഭാവം രൂപീകരിച്ച് തുടങ്ങുന്നുണ്ട്. കുട്ടി ഇപ്പോൾ നമ്മുടെ അടുത്തൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി കരയുന്നത് വരെ, കുട്ടി ചിലപ്പോൾ കരയുന്നത് മറ്റ് അവിടുത്തെ എന്തെങ്കിലും ഹോസ്പിറ്റലിലെ ചൂട് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നഴ്സ് ഇഞ്ചക്ഷൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. പക്ഷെ അമ്മ എന്താ ചെയ്തത്, ഇതൊക്കെ ചെയ്ത് കുട്ടി കരഞ്ഞ ഉടൻ തന്നെ പാല് കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് മനസ്സിലായി, ഞാൻ കരയുമ്പോൾ ഈ അമ്മ എനിക്ക് പാല് തരുന്നുണ്ട്. അങ്ങനെയാണ് കുട്ടികളുടെ ഒരു ലേണിങ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു അമ്മ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഈ കുട്ടിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടിയല്ല പ്രശ്നം, കുട്ടിക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിനെ നമുക്ക് മാറ്റണം. ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് നമുക്കതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റണം. അതിലൊരു ആക്സെപ്റ്റ് ചെയ്യുക, എൻ്റെ കുട്ടിക്ക് അസുഖമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലത്തിനെ മാറ്റുക എന്നുള്ളതാണ്. നോൺ ജഡ്ജ്മെൻ്റലായിട്ട് പെരുമാറുക എന്നുള്ളതാണ് അടുത്ത ഒരു രീതിയായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരു കുട്ടി ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന കുട്ടീനെ തന്നെ നമ്മൾ വലിയ ഇതിൽ അവന് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് അടിക്കുന്നു. ഇത്തരത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു നെഗറ്റീവ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. ഇത്തരത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ കുട്ടിക്ക് അതിനൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തായാലും ഞാൻ
മോശമായി, ഇനി അങ്ങനെ തന്നെ മോശമായിട്ട് പോകാം എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ നമ്മളൊരു ജഡ്ജ്മെൻ്റലാവാതെ ഈ കുട്ടിയെ നീ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, നീ എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, നിന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് നമുക്ക് രണ്ടു പേർക്കും കൂടിയിട്ട് ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദെൻ എക്സ്റ്റേണലൈസേഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് വേറൊന്നിലേക്ക് കുട്ടിയുടെ ശ്രദ്ധയെ മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. അത് കാരണം നമ്മളിതിൽ പറയുന്നത് ഏതെങ്കിലും ഒരു ഇപ്പോൾ സന്തോഷം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഇതിൽ ശരിക്കും ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ കുട്ടിയിലുണ്ടാകുന്നത് ഡോപ്പോമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രേറ്റ് ചെയ്യണം, ബ്രെയിനിൽ സെക്രേറ്റ് ചെയ്യും, കുട്ടിയിലാണെങ്കിലും ആരെങ്കിലും ആണെങ്കിലും ഈ സെക്രേഷനാണ് നടക്കുന്നത്. ഇതേ സംഗതി കുട്ടിക്ക് എന്തെങ്കിലും സന്തോഷം നൽകുന്ന ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ കുട്ടി ലഹരി ഉപയോഗം സ്റ്റാർട്ട് ചെയ്ത ഘട്ടത്തിലാണെങ്കിൽ കുട്ടിക്ക് ഏതാണോ സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ അത്തരത്തിൽ കുട്ടീനെ ഡീവിയേറ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഡോപ്പോമിൻ സെക്രേഷനും എൻഡോർഫിൻ സെക്രേഷനും എന്ന് പറയുന്ന 2 ഹോർമോൺസ് സെക്രേറ്റ് ചെയ്യുന്നത് ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, ഒന്ന് നന്നായിട്ട് വിയർത്ത് കഴിഞ്ഞ് ഒരു കപ്പ് വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു പ്ലഷർ അത് വളരെ വലുതാണ്. അപ്പോൾ ഇത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫുട്ബോൾ കളിക്കുന്നതാണെങ്കിലും ക്രിക്കറ്റ് കളിക്കുന്നതാണെങ്കിലും. അപ്പോൾ ഇപ്പോഴത്തെ പാരൻസിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിലേക്കൊന്നും വിടുന്നില്ല എന്നുള്ളതാണ്. ഇനി പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ പോകുന്നില്ല എന്നുള്ള രീതിയിലേക്ക്. കായിക വിനോദങ്ങളെക്കാൾ കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ഫോണിങ് ഗെയിമുകളും ചാറ്റുകളും ഒക്കെയാണ്, അതിൽ ഒതുങ്ങുകയാണ് കുട്ടികൾ. പിന്നെ അത്തരത്തിലാണ് അതിനെ ഇൻ്റർവെൻഷൻ നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്, പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് മറ്റൊരു തരത്തിലേക്ക് പോവാതെ നമ്മൾ നോക്കണം എന്നുള്ളത് വലിയൊരു രോഗമായിട്ട് മാറും. കാരണം സ്പിരിച്വാലിറ്റീനെ ഇപ്പോൾ ഏതാണോ മതം അതിലേക്ക് അവൻ്റെ ഇൻട്രസ്റ്റിനെ മാറ്റുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഞാൻ പറഞ്ഞതല്ല, അമിതമായാലും പ്രശ്നമാണ്. അത് ഒരു ഡോക്ടർ ശേഖർ കാശി എന്ന് പറഞ്ഞിട്ടുള്ള നിംഹാൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസിലെ അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ സൈക്കോസോഷ്യൽ ടെക്നിക്കുകൾ പറഞ്ഞിട്ടുള്ള ഒരു 7th ടെക്നിക്കാണത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ആ സ്പിരിച്വാലിറ്റി ആ തരത്തിൽ നമ്മൾ കാണാതെ അതൊരു പുസ്തകം എന്നുള്ള രീതിയിലേക്ക്, ബിബ്ലിയോതെറാപ്പി എന്നുള്ള രീതിയിലേക്ക് ഒരു കുട്ടി ഇപ്പോൾ കുറച്ച് കുട്ടീനെ ചെറുകഥകളൊക്കെ വായിച്ചു കൊടുത്ത് കുട്ടി നല്ലൊരു എഴുത്തുകാരനായിട്ടൊക്കെ മാറും. അപ്പോൾ അത് കുട്ടിയുടെ ഇൻട്രസ്റ്റിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രശ്നം. റിക്രിയേഷണൽ ആക്ടിവിറ്റീസിനെ കൂട്ടുക എന്നുള്ളത്, അത്തരത്തിലാണ് അതിനെ ചെയ്യാനുള്ളത്. ഇപ്പോൾ പേരൻസ് ശ്രദ്ധിക്കണെ കുറിച്ച് സാർ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നതാണ് 9 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 4ൽ പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം. അതായത് കുട്ടികളെ എതിർക്കുമ്പോൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യും. ഇപ്പോൾ പലപ്പോഴും കോമൺലി ടോക്കിൽ തന്നെ പല അച്ഛനമ്മമാരും പറയാറുള്ളത് മക്കളോട് ചീത്ത പറയാൻ പോലും ഭയമാണ്. കാരണം കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ പേരൻസിന് കുറച്ചും കൂടി നന്നായിട്ട് ഇടപെടാൻ എങ്ങനെ സാധിക്കും? അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൻ്റെ ഒരു തകർച്ച നമ്മുടെ കുട്ടികളെ ഭയങ്കരമായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് നമ്മൾ പറയും ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടി ചോദിക്കുന്നു, അപ്പോൾ കിട്ടാതിരിക്കുന്ന സമയത്ത് ശരിക്കും കിട്ടാതിരിക്കണം എന്നാണ് നമ്മൾ പറയും. ചില കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ ഡിലേ ആവണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൻ ആവശ്യപ്പെടുന്നത് അവൻ ഉദ്ദേശിച്ച സമയത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനിൽ ഉണ്ടാകുന്ന ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളത് അവന് അത് കൺട്രോൾ ചെയ്യാൻ ആ ഇമോഷണൽ ബാലൻസിങ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒരു മുത്തച്ഛൻ വീട്ടിലുണ്ട്. മുത്തച്ഛൻ പറയാണ് വിളക്ക് കൊളുത്തുന്ന സമയമാണ്, ഈ സമയത്ത് TV ഇടാൻ പാടില്ല, മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. അതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറാണ്. ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്താ ഒരു 10 മിനിറ്റ് കൊടുത്താൽ എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകുമ്പോഴും മുത്തച്ഛനെ വേദനിപ്പിക്കേണ്ട അല്ലെങ്കിൽ വെറുതെ പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കും. പക്ഷേ കുട്ടിയിലുണ്ടാകുന്ന ഒരു മാറ്റം വളരെ വലുതാണ്. കുട്ടിയിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഗതി തന്നെയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രേക്ക് ചെയ്ത് പോകണം. അതായത് കുട്ടികളുടെ ഇമോഷൻസ് അത് പോസിറ്റീവും നെഗറ്റീവുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് കുട്ടിയിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം എന്നാണ് നമ്മൾ പറയുക. അതിനും പാരന്റ്സ് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ, അതിലും പാരന്റ്സിന്റെ ഒരു ഇതാണ്. അതിലും പ്രധാനം
ഇപ്പോൾ നമ്മൾ അറിയാം ഏത് കേസിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഏത് അബ്നോർമൽ ഇഷ്യൂസും ഡിസോർഡേഴ്സിനും എല്ലാത്തിനും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ കൂട്ടുക എന്നുള്ളതാണ്. ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂട്ടുക, അപ്പോൾ അവൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് അവിടങ്ങളിലേക്കുള്ള വിസിറ്റുകൾ കൂട്ടുക, ഫുട്ബോൾ കളിക്കാൻ ക്ലബ്ബുകളിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, ലൈബ്രറി കൗൺസിൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുട്ടി ഇൻവോൾവ് ആവണം. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി കുട്ടിയിൽ ഉണ്ടായിരിക്കണം. അതിലെപ്പോഴാണോ പ്രോബ്ലം വരുന്നത് അതിനെ നമ്മൾ പറയുന്ന അതിൽ പാരൻസിന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആവുക എന്ന് പറയും. സ്ട്രിക്റ്റ് ആവുക എന്ന് പറയുന്ന ആ തരത്തിലല്ല ഞാൻ പറഞ്ഞത്. അവർ പറയുന്ന കാര്യങ്ങൾ അവർ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇപ്പോൾ നമ്മളൊരു വിഷയം പറഞ്ഞു, മൊബൈൽ ഫോണാണ് ഇപ്പോൾ ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം നമ്മൾ ഡിസാസ്റ്റർ പറഞ്ഞെങ്കിൽ രണ്ടാമത്തെ കാര്യം നമ്മൾ മൊബൈൽ ഫോണിൻ്റെ വളരെ വലിയ രീതിയിലുള്ള കുട്ടികളുടെ ഉപയോഗമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മൊബൈൽ ഫോണിനെ കാണുകയാണെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കുട്ടി ഉപയോഗിക്കുന്നു, അമ്മ പറയുന്നു ഇനി ഉപയോഗിക്കേണ്ട, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഞാൻ ഇന്ന് തരും എന്ന് പറയുന്നു. കുട്ടിയെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. പക്ഷേ ആ കുട്ടി അപ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം തന്നെ ബെഗ് ചെയ്യും, അമ്മ പ്ലീസ് എനിക്ക് തരുമെന്ന് പറയും. രണ്ടാമത് ഇത് കുട്ടിയുടെ ഭാവം മാറും. കുട്ടി കുറച്ചുകൂടെ അമ്മേനെ പുഷ് ചെയ്യും, എനിക്ക് തരുമെന്ന് പറയും, എനിക്ക് വാശി പിടിക്കും, ചിലപ്പോൾ പമ്പരം കറങ്ങുന്ന പോലെ അവിടെ കിടന്ന് കറങ്ങും, പാത്രങ്ങളെല്ലാം നിലത്തിടും, വാതിലിട്ട് അടയ്ക്കും. ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് അമ്മ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇവനോട് ദേഷ്യപ്പെടും, അടി കൊടുക്കും. ലാസ്റ്റ് പറയുന്നൊരു കാര്യം, ഇന്ന് നീ പണ്ടാറണങ്ങി പോകും, നീ എന്തെങ്കിലും ഫോണും കൊടുക്കും. കുട്ടിക്ക് മനസ്സിലായി ഇതൊക്കെ കാട്ടിക്കഴിഞ്ഞാൽ കാര്യം നടക്കും. എക്സാക്ട്ലി അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, കുട്ടി ലേൺ ചെയ്യുന്നതിൽ ഒരു കാര്യം കൂടി പഠിച്ചു, അമ്മയെ അച്ഛനെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്താൽ ഇത് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ വഴി പലപ്പോഴും ചില കുട്ടികൾ വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴുത്ത് കുറുക്കുന്നതും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടി വിചാരിക്കുന്നത് അപ്പോഴേക്കും എന്നെ രക്ഷിക്കാൻ ആളുകൾ വരും എന്നുള്ള കാര്യങ്ങളിലും അങ്ങനെയുള്ള പല കേസുകളും ഉണ്ടാവുന്നുണ്ട്. മറ്റു കേസുകളിൽ എന്താ വെച്ചാൽ കുട്ടിക്ക് ഇത് മീഡിയ, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, സിനിമകളായിക്കോട്ടെ, അപ്പോൾ കുട്ടിക്ക് നേരത്തെ പറഞ്ഞു നമുക്കിത് എന്താണ് ആകാംക്ഷ, ഒരു ഇതുണ്ടാവില്ല, ഒരു ക്യൂരിയോസിറ്റി, എന്താണ് സംഭവിക്കുക, അത്തരത്തിലാണ് ഇതിന് പറയുക. പിന്നെ സൂയിസൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ പല പഠനങ്ങളും പറഞ്ഞിട്ടുള്ളത് പെട്ടെന്നൊരു കുട്ടി ഒരിക്കലും സൂയിസൈഡ് ചെയ്യാനുള്ള ചാൻസുകളില്ല എന്നുള്ളതാണ്. ഇതുപോലെയുള്ള അബദ്ധങ്ങളാവാൻ ഉള്ള ചാൻസുകളാണുള്ളത്. മറ്റൊരു കാര്യം, അവർ സിംറ്റംസ് കാണിച്ചുകൊണ്ടേയിരിക്കും. കുട്ടി അമ്മയോട് പറയും എനിക്ക് മരിക്കാൻ തോന്നുന്നു എന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഒറ്റയ്ക്കായി എന്നുള്ള തോന്നലുണ്ടാവുമെന്ന് പറയും. അതായത് ഡിപ്രഷൻ സിംറ്റംസ് കുട്ടി കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിലേറ്റവും പ്രധാനമുള്ളത് പറയുന്നത് പെട്ടെന്ന് അതിൽ സൂയിസൈഡൽ ഐഡിയേഷൻസ് കാണിച്ചു തുടങ്ങിയാൽ, ഇപ്പോൾ 2 കേസുകളിലാണ് ഇപ്പോൾ ഒരു കൗൺസിലർക്ക് അവൻ പറയുന്ന, ഇപ്പോൾ ഒരു കൗൺസിലർ ഇരിക്കുന്നു, എൻ്റെ മുമ്പിൽ ഒരു കൗൺസിലിംഗ്, അതായത് അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പറയുന്നു. 2 കേസിൽ മാത്രമേ ഇതെനിക്ക് മറ്റുള്ളവരോട് റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സൂയിസൈഡൽ ഐഡിയേഷൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഈ മുമ്പിൽ അല്ലെങ്കിൽ എൻ്റെ ഈ മുമ്പിലിരിക്കുന്ന ആളുടെ പാരൻസിനോടോ അല്ലെങ്കിൽ രക്ഷിതാക്കളോടോ ഈ കാര്യം പറയണം എന്നുള്ളത് നിർബന്ധമാണ്. മറ്റൊരു കേസ് എന്ന് പറയുന്നത് പോക്സോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ 2 കേസുകളിലും അത് അറിയിക്കണം എന്നുള്ളതാണ് പ്രധാനം. അത് എത്രത്തോളം വെന്റിലേറ്റ് ചെയ്യപ്പെടുന്നുവോ അത്രത്തോളം കുട്ടിയിൽ ചേഞ്ച് ഉണ്ടാവും, അത്രത്തോളം അവർ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ചില കുട്ടികൾ മെഡിസിൻ വേണ്ടി വരാറുണ്ട്. അത്ര ഇപ്പോൾ സാർ നമ്മുടെ സമയം ഇപ്പോൾ കഴിയാറായി. ഇപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് സാറിന് പറയാനുള്ളത്? ഇപ്പോൾ ലഹരി ഉപയോഗങ്ങൾ കൂടുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു സാറ്, കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതായാലും അല്ലെങ്കിൽ പേരൻസ് ശ്രദ്ധിക്കേണ്ടതായാലും, ഒരു പൊതുവായിട്ട് എന്താണ് നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്കതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഇതിലെ പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഒരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാണുകയാണെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ലഹരി ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ലഹരിക്കെതിരെയുള്ള ആളുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്.
അതിന് വേറൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, ലഹരി ഉപയോഗിക്കാൻ നിങ്ങളുടെ കുട്ടി ലഹരി ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികളെ പങ്കാളികളാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കുട്ടി ലഹരിക്കെതിരെ പ്രവർത്തിച്ചാൽ, അവൻ ലഹരിക്കെതിരെ ജാഥ സംഘടിപ്പിച്ചാൽ, ലഹരിക്കെതിരെ ഡ്രാമ അവതരിപ്പിച്ചാൽ, ആ കുട്ടിയുടെ ഉള്ളിൽ അറിയാതെ തന്നെ അങ്ങനെയുള്ളൊരു മെസ്സേജ് കുട്ടിയിലുണ്ടായിരിക്കും. അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക, അവയർനെസ് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക. കാരണം ഈ ഒരു ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റികൾ കുട്ടികൾ എത്രത്തോളം ചേഞ്ചുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാ പാരൻസും മനസ്സിലാക്കണം. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, സോഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ലഹരി ഉപയോഗിക്കുന്ന കുട്ടിയിൽ ഇപ്പോൾ ക്യാൻസർ ഉണ്ടാവാൻ പുകവലിക്കുന്ന ആളുകളിൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. മദ്യം ഉപയോഗിക്കുന്ന ആളുകളിൽ തലച്ചോറിനെ ബാധിക്കും, ലിവർ സിറോസിസ് ഉണ്ടായിരിക്കും. ഇത്തരത്തിലൊക്കെയുള്ള തലച്ചോറിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകാൻ സാധ്യതകളുണ്ട്. സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ചിത്തഭ്രമം പോലത്തെ, ഹാലൂസിനേഷൻ പോലത്തെ, ഡെലൂഷൻസ് പോലത്തെ മറ്റ് വലിയ രീതിയിലേക്കുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഡെലൂഷനൊക്കെ എന്ന് പറയുന്നത് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്നാണ് പറയുക. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ കൊലപാതകങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ ആണെന്നാണ് സൈക്കോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കുട്ടിക്ക് തോന്നുകയാണ്, ഇത് ലഹരി ഉപയോഗിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ആളുടെ മനസ്സിൽ, ആരാണോ ഉപയോഗിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്നെ മറ്റുള്ളവർ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത്തരത്തിൽ ആളുടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇങ്ങനെ ഈ ഒരു ചിന്ത മനസ്സിലേക്ക് ഇങ്ങനെ കൂടി വരും. അപ്പോൾ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ അവനോ അല്ലെങ്കിൽ അവളോ തെറ്റിദ്ധരിക്കുന്നത് സ്വന്തം അമ്മയായിരിക്കും. എന്നെ എക്സൈസിന് പിടിച്ചു കൊടുക്കുക, എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ അപായപ്പെടുത്തും, എനിക്ക് വിഷം കലക്കി തരും. ഇത്തരത്തിലുള്ള ചിന്തകൾ ഇവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കും. അത് പിന്നീട് എന്നെ കൊല്ലാൻ ഇവർ ശ്രമിക്കുന്നു. അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ഞാൻ അവരെ തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമാണ് പല സംഗതികളും പല കേസുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗിൽ നമ്മൾ പറയുന്നത് 10ൽ 6 പേരെ മാത്രമേ നമുക്ക് ഡി അഡിക്ഷൻ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപകടം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പാരൻസിൻ്റെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, കുട്ടികളെ പരമാവധി വെന്റിലേറ്റ് ചെയ്യിക്കുക. കുട്ടികളുമായിട്ടുള്ള ഒരു സൗഹൃദം പരമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് തിയറി എന്നാണ് നമ്മളതിനെ പറയുക. കുട്ടികളുമായിട്ട് എപ്പോഴും കുട്ടിയെ മടിയിൽ കിടത്തിക്കൊണ്ട് വിരലുകൊണ്ട് കുട്ടിയുടെ മുടിയിലൂടെ കൈ ചലിപ്പിച്ചുകൊണ്ട് തന്നെ കുട്ടിയോട് കഥകൾ പറഞ്ഞിട്ടും അത്തരത്തിൽ കുട്ടികളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വളരെയധികം കൂട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇതിന് പല ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏബൺ ടെസ്റ്റാണ് ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ വഴിയൊക്കെ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റും. പല്ല് ടെസ്റ്റ് വഴി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അത്തരത്തിൽ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമുകൾ മറ്റ് ഇൻട്രസ്റ്റുകളിലേക്ക്, സ്പോർട്സിലേക്ക്, ആർട്സിലേക്കൊക്കെ നമ്മളെ കുട്ടികളെ അല്ലെങ്കിൽ വ്യക്തികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതിൻ്റെ അവയർനെസ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ഇതിൻ്റെ ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ആളുകളിലേക്ക് പരമാവധി എത്തിക്കുക. കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്പറുകൾ, ഇപ്പോൾ നമ്മൾ സൈക്കോ സോഷ്യൽ കൗൺസിലർമാർ എല്ലാ സ്കൂളുകളിലുമുണ്ട്. എല്ലാ പഞ്ചായത്തിലും കമ്മ്യൂണിറ്റി കൗൺസിലർമാരുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് കൗൺസിലർമാരുടെ ഒരു പൂള് തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കൗൺസിലിംഗ് സർവീസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൃത്യമായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. ലഹരി എന്നത് ഒരു വിപത്താണ്. ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ ആ വിപത്തിനെ തുരത്താനായിട്ട് ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ പൊരുതുന്നത്. അതിന് പോലീസുണ്ട്, എക്സൈസ് വകുപ്പുമുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്, സന്നദ്ധ സംഘടനകൾ, അങ്ങനെ തുടങ്ങി ഒരു പട തന്നെ നമ്മൾക്കൊപ്പമുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ലഹരിയെ തുരത്താം എന്നേക്കുമായി. ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ ഇതേ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.